അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അടുത്തുള്ളൊരു പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ കണ്ടില്ലേ, എന്താ പറയുക, നമ്മൾ പോകുന്നത് സിംഫണി ഓഫ് സ്റ്റോൺസ്. അത് അവിടെയാട്ടോ എത്തിയിട്ടുള്ളത്. അവിടെ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനൊക്കെ. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പോൾ. തണുപ്പ് എന്താ പറയുക, നല്ല, പക്ഷെ എന്താ പറയുക, തണുപ്പ് ഒന്നും പറയാനില്ല. സേറ തീരെ താഴെ നിൽക്കുന്നില്ല കേട്ടോ. അവൾക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ല. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. അപ്പോൾ അവിടുത്തെ ഭംഗിയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ട്, നടന്ന് കാണണം കേട്ടോ. ആ റോഡ് ഇങ്ങനെ മൊത്തം കുറച്ച് അങ്ങോട്ട് പോയത് മൊത്തം ഈ ഒരു സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ മൊത്തം ഞങ്ങൾ നടന്ന് വന്ന് അവിടുത്തെ മെയിൻ സ്വീറ്റ്സൊക്കെ ആയിട്ടത് അവിടെ വഴിയോരത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, മൊത്തം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല പക്ക ഡ്രൈ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ്. അവിടുത്തെ വൈന് അതൊക്കെയാണ് അവിടുത്തെ മെയിൻ സംഭവങ്ങൾ കേട്ടോ. അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു പ്ലേസിലേക്ക് പോവാം കേട്ടോ. അവിടെ എന്താ പറയുക, ഇവിടെ ഗാർണി ടെമ്പിളാട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. അതിന് ചുറ്റുമുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ടെമ്പിളാണ്. അവിടെ നോക്കുമ്പോൾ ഒരു പ്രത്യേക വ്യൂ ആട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ടോ ഐസ് ക്യൂബ് ഇങ്ങനെ കൈ കൊണ്ടെടുക്കുന്നത്. അയ്യോ എന്നാ തണുപ്പാണ്. പക്ഷെ എന്താ പറയുക, തണുപ്പിങ്ങനെ നമ്മൾ ആസ്വദിച്ച് തുടങ്ങി കേട്ടോ. എന്താ പറയുക, അങ്ങനെ അതൊക്കെ കണ്ട് നടന്ന് പിന്നെ നമുക്ക് വിശന്നപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് SES ഫുഡ് കോർട്ടിലാട്ടോ. അപ്പം അങ്ങനെ അവിടേക്ക് പോയി. അവിടെ പോയതും ഇതൊക്കെയാണ് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. നല്ല രസമായിട്ട് അവർ റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കണ്ടു നിന്ന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കണ്ടു നിന്ന് ഇവിടുത്തെ ഫുഡ് എന്താവുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ വേറൊരു സംഭവം കണ്ടു കേട്ടോ. ഇവിടെ സർവീസിനായിട്ട് റോബോ സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് നേരം അങ്ങനെ കണ്ടു നിന്ന്. അപ്പോൾ അങ്ങനെ ഫുഡ് എത്തി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നല്ല ഫുഡാട്ടോ, നല്ല ഫുഡ്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മൾ മുന്നേ കഴിച്ചിരുന്ന ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ നൈറ്റിലും ഇവിടേക്ക് ഫുഡ് കഴിക്കാൻ വരാമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ സേറയുടെ എല്ലാ ടോയ്സൊക്കെ ആയിട്ട് കളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് അടുത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നടന്ന് ഞങ്ങൾ പൂവാട്ട ഹോട്ടലിലേക്ക്. ഞങ്ങൾ ഇംഗ്ലീഷ് പാർക്കിലൂടെയായിട്ട് നടക്കുന്നത്. അടുത്ത് ആ ഒരു വ്യൂ ഒക്കെ കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ, എന്താ ഒരു വഴിയൊക്കെ. ഞങ്ങളതൊക്കെ ഇങ്ങനെ മെല്ലെ ആസ്വദിച്ച് നടന്ന് അങ്ങനെ വൈകിട്ട് ഞങ്ങൾ എന്താ പറയുക, നൈറ്റിൽ ഇതാ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റിലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. തുടങ്ങിയിട്ടില്ല മീൻസ് എന്താ പറയുക, 6th ജനുവരി 6th മെയിനായിട്ട്. അപ്പോൾ അതുവരെയാണ് ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ, എന്താ ഭംഗിയില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ നടക്കാൻ കേട്ടോ. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. പിള്ളേരൊക്കെ ഇവിടെ സെറ്റായിട്ടോ, ഈ തണുപ്പായിട്ട് എല്ലാവരും സെറ്റായി. നൈറ്റിൽ കുറച്ച് തണുപ്പ് കൂടുതലുണ്ട്. ഞാൻ 2, 3, 4 ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമില്ല, പിള്ളേർക്കും വലിയ കുഴപ്പമില്ല കേട്ടോ. തണുപ്പുമായിട്ട് അവർ അഡ്ജസ്റ്റായി. അപ്പോൾ അങ്ങനെ കണ്ടില്ല, അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാലേ. വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, ഹാപ്പി ക്രിസ്മസ്.